നന്ദനം സിനിമയുടെ ഇപ്പൊ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ കണ്ടുള്ളൂ. ആ സിനിമയുടെ ക്ലൈമാക്സ് എല്ലാവരും കാണും. ആ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, നന്ദനം സിനിമയുടെ അവസാനത്തെ ഭാഗത്ത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഗേറ്റ് വേ കാണിച്ച് അവിടെ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ എഴുതിയത് നമ്മൾ ആരും പരമാവധി അങ്ങനെ വായിക്കാറില്ല. അവിടെ എഴുതുന്നത് ഇത് ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഭ്രമകൽപ്പനകളാവാം എന്ന് രഞ്ജിത്ത് സാർ അവിടെ എഴുതി വെക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ, നമ്മുടെ തോട്ടാണ് നമുക്ക് ഉണ്ടാവുന്ന. നമ്മൾ ഒരു കാര്യത്തോട് ഒരുപാട് അറ്റാച്ച്ഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ, നമുക്ക് കിട്ടുന്ന റെസ്പോൺസുകൾ, അതാണ് ഭഗവാൻ. അങ്ങനെ ചിലപ്പോൾ ഉണ്ണിയേട്ടൻ അദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം, വന്നിട്ടുണ്ടായിരിക്കാം, ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫീഡ്ബാക്കും റിപ്ലൈകളും നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും പേഴ്സണലി അങ്ങനെ ബിലീഫ് ഉണ്ട്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ ഒരാൾ വന്നു കല്യാണം നടത്തി കൊടുത്തു മാത്രം, അങ്ങനെ കൺസെപ്റ്റ് അതിനെ കാണുമ്പോഴാണ് ഇത് അന്ധവിശ്വാസം. ഓ, കൃഷ്ണനൊക്കെ വന്ന് കല്യാണം നടത്തി കൊടുക്കൂ അല്ലേ? അതിനെ മാറ്റി ഒരാളുടെ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് അയാൾക്ക് നമ്മൾ പറയാറില്ല